നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വീട്ടിൽ കയറിയ കള്ളന്മാരെ നീ എപ്പോഴാ കണ്ടത്? അവര് നിന്നെ ആക്രമിച്ചിട്ട് നീ എന്താ ബഹളം വയ്ക്കാതിരുന്നേ? മോനെ ഗൗതം 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 മോനെ കണ്ണു തുറക്ക്. ഗൗതം 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 കണ്ണു തുറക്ക്. മോനെ ഗൗതം ഗൗതം എഴുന്നേക്ക്. ഗൗതം ഗൗതം എനിക്ക് വന്നത് കുറുവാ സംഘം തന്നെയാ. ഇത് അവരുടെ ആക്രമണത്തിന്റെ ഇരയാ. നീ വേഗം വണ്ടി എടുക്കും, അവനെ വേഗം ആശുപത്രി കൊണ്ടുപോകും. ശരി അച്ഛാ. മോനെ ഗൗതം എഴുന്നേക്ക്. ഗൗതം മാഡം, മോളെന്താ വൈകിയേ? അത് ഇന്നലെ കണിമംഗലത്ത് കള്ളം കയറി. എന്നിട്ട് അവര് കൊറേ പേരുണ്ടായിരുന്നു മാഡം. ഈ കുറവാ സംഘം എന്നൊക്കെ പറയില്ലേ, അവരാന്നാ പറയുന്നേ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ മോളെ? വരുണിന്റെ ചെറിയച്ഛന്റെ ഒരു മകനുണ്ട്, ഗൗതം. അയാളുടെ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. അയാള് ഇപ്പൊ ഹോസ്പിറ്റലിലാ. വല്ലാത്തൊരു കാലമാ. ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഒന്നും ഒരു സുരക്ഷയുമില്ല. മോൾ ഇവിടെ ഇരിക്ക. അല്ല, കുഴപ്പമില്ല. ഇതെന്താ? തുറന്ന് നോക്കിക്കൂടെ? ഇതെന്തിനാ ഇപ്പൊ ഡ്രസ്? എന്തെങ്കിലും വിശേഷമുണ്ടോ? അമ്മമാര് മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ മാത്രമാണോ? എനിക്ക് തോന്നി, ഞാൻ എടുത്തു. പിതാ മാഡത്തിന് അടുത്ത് വന്നിരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്താ? എന്നെ പ്രസവിച്ചു എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിൽക്കുമ്പോ ഇങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ എനിക്ക്. മോളെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഈ സ്നേഹത്തിനൊക്കെ എനിക്ക് അർഹതയുണ്ടോന്നാ. നിനക്കല്ലാതെ വേറെ ആർക്കാ? എന്റെ ശ്വാസം തന്നെ ഇപ്പൊ നീയല്ലേ? മോളെ, ഫിദ രാധികയുടെ കാര്യം പറഞ്ഞോ? ഇല്ല, പറയാൻ തുടങ്ങുകയായിരുന്നു. നമ്മളൊരു വലിയ മ്യൂസിക് ഡാൻസ് ഇവന്റ് സംഘടിപ്പിക്കുന്നു. സാധാരണ ചെയ്യും പോലെ അല്ല, ഒരുപാട് വലിയ ഗസ്റ്റുകളെയൊക്കെ വിളിച്ച് നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം. അത് നല്ല കാര്യം മാഡം. കാര്യമൊക്കെ നല്ലത് തന്നെയാ. ടോട്ടൽ പ്രോഗ്രാമിന്റെ ചാർജ് രാധയ്ക്ക് കേട്ടോ. അയ്യോ, എനിക്കോ? ഇത്രയും വലിയ പ്രോഗ്രാം ഒക്കെ ഞാനിങ്ങനെ ചെയ്യുന്നേ? ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. മോളും കുട്ടികളും കൂടി പെർഫോം ചെയ്യുന്നു. ആളുകൾക്ക് നമ്മളൊരു വിരുന്നൊരുക്കുന്നു, അത്ര തന്നെ. മാഡം, ഞാൻ പെർഫോം ചെയ്തോളാം. പക്ഷെ ഈ വലിയ വലിയ ചുമതലകളൊന്നും വേണ്ട. ഇതെന്റെ മോളുടെ കഴിവ് തെളിയിക്കാൻ ഞാൻ ആരംഭിക്കുന്ന പ്രോഗ്രാമാ. തിടുക്കമൊന്നും വേണ്ട, പ്രാക്ടീസ് ആരംഭിച്ചാൽ മതി. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം.
നിങ്ങൾ അമ്മയും മോളും കൂടി ഒരു കാര്യം തീരുമാനിച്ചാല് അത് ഭംഗിയായിട്ട് നടന്നോളും. അതെനിക്ക് ഉറപ്പാ. ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ആരും അറിയില്ല. മറിച്ച് അവയെ തട്ടി ഉണർത്താൻ നമുക്ക് പറ്റണം. ഈ മ്യൂസിക്കൽ ഇവന്റ് നിനക്കുള്ളതാ. ലോകം നിന്നെ അംഗീകരിക്കാൻ. മതി. ആ, അങ്ങോട്ടിരിക്കൂ. അയ്യോ മോനെ, ഇരിക്കും. എങ്ങനെയുണ്ടടാ നിനക്ക്? കുഴപ്പമൊന്നുമില്ല. സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ ദുഷ്ടന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ. മോനെ ഗൗതം, വേദന നല്ലോണം ഉണ്ടോ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? തലയിൽ കെട്ട് കണ്ടില്ലേ എടുത്തി? പാവം എന്റെ മോൻ. അല്ല മോനെ, ഈ വീട്ടിൽ കയറിയ കള്ളന്മാരെ നീ എപ്പോഴാ കണ്ടത്? അവര് നിന്നെ ആക്രമിച്ചിട്ട് നീ എന്താ ബഹളം വയ്ക്കാതിരുന്നേ? അത് പിന്നെ വീട്ടിൽ കയറിയവര് നമ്മളെ ആരെങ്കിലും ആക്രമിക്കുമെന്ന് പേടികൊണ്ട് ഇവൻ അവരെ തടയാൻ ശ്രമിച്ചതാ. അതുകൊണ്ട് ആ ദുഷ്ടന്മാർ ഇങ്ങനെയൊക്കെ. സത്യത്തിൽ ഞങ്ങളെല്ലാരും കരുതിയത് നീ ഇവിടെ ഇല്ലെന്നാ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീ കിടക്കുകയാണെന്ന് ഇവിടെ ആരും ചിന്തിച്ചതേ ഇല്ല. എന്തായാലും നീ എല്ലാവരും രക്ഷിക്കാൻ ശ്രമിച്ചല്ലോ. താങ്ക്സ്. ഇനി ഇപ്പൊ കുറച്ചു ദിവസത്തേക്ക് എവിടേക്കെങ്കിലും പോവാനോ അനങ്ങാനോ എഴുന്നേക്കാനോ ഒന്നും നോക്കണ്ട. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കട്ടെ. ചന്ദ്രശേഖര, പോലീസുകാരാ കേസിന്റെ കാര്യം എന്താ പറഞ്ഞു? അവരന്വേഷിക്കുന്നുണ്ടമ്മേ. എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ACP എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണക്കാ. കാക്കാൻ വരുന്നവര് കട്ടിട്ടും കൊന്നിട്ടും അങ്ങ് പോവും. അത് കഴിഞ്ഞാ പിന്നെ അന്വേഷിച്ചാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.